അറിയാവുന്നതുപോലെ ഈ കേസിൽ വിധി പറയാൻ പോകുമ്പോൾ എല്ലാ പ്രതികളും ഉണ്ടാവണം എന്നുള്ളത് കോടതി നേരത്തെ പറഞ്ഞിരുന്നു. ഈ കാഴ്ചകൾ കാണുകയും ഈ വാർത്തകൾ അറിയുകയും ചെയ്യുന്ന അതിജീവിത വീടിനുള്ളിൽ സ്വന്തം വീട്ടിലാണ് ഉള്ളത്. 10 പ്രതികളും ഇപ്പോൾ കോടതിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. പൾസർ സുനി വീട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം വീണ്ടും കൊച്ചി നഗരത്തിലേക്ക് കളമശ്ശേരി ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. മുബഷീറുണ്ട്. മുബഷീർ നേരെ കോടതിയിലേക്കാണ് വരിക. 11 മണിക്കാണ് കോടതി കൂടുന്നതെങ്കിലും അതിനു മുമ്പ് ഒരു പക്ഷേ അഭിഭാഷകരുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തിയേക്കും അല്ലേ മുബഷീർ? സ്വാഭാവികമായിട്ടും അഭിഭാഷകരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയുണ്ടാകും. നേരത്തെ 9 മണിയോടുകൂടി ഇറങ്ങുമെന്നുള്ളതായിരുന്നു വിവരം. പക്ഷേ കുടുംബാംഗങ്ങളൊക്കെ തന്നെ എത്തിച്ചേർന്ന അനൂപ്, സഹോദരൻ അനൂപ്, അതോടൊപ്പം തന്നെ കേസിലെ 15-ാം പ്രതിയായിട്ടുള്ള ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്ന് അവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയത്. ദിലീപിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. ഹെലിക്യാമിൽ ദിലീപിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന സമയത്താണ് മാധ്യമങ്ങളിൽ നിന്ന് മുഖം മറക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കുട ചൂടിയായിരുന്നു പിന്നീട് വാഹനത്തിലേക്ക് ഇറങ്ങുന്നത്. വാഹനത്തിൽ കയറി തിരിച്ചു പോകുന്ന സമയത്ത് മാധ്യമങ്ങൾ പ്രതികരണത്തിന് ആരാഞ്ഞെങ്കിലും പ്രതികരിക്കാൻ ദിലീപ് തയ്യാറായില്ല. എന്തായാലും ദിലീപിന്റെ വാഹനം ഇപ്പോൾ ആലുവ നഗരം പിന്നിട്ടിരിക്കുന്നു, ആലുവ ഗ്യാരേജ് പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 20 മിനിറ്റുകളിൽ തന്നെ കോടതിയിലേക്ക് ദിലീപിന്റെ വാഹനം എത്തിച്ചേരും. ദിലീപിന്റെ വാഹനത്തിന് തൊട്ടു പിന്നിലായി ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ വാഹനമുണ്ട്. അനൂപും കുടുംബവും വാഹനത്തിൽ ദിലീപുണ്ട്. ദിലീപിന്റെ വാഹനത്തിനോടൊപ്പം റിപ്പോർട്ടറിന്റെ ഡ്രോൺ വിഷ്വൽസും സഞ്ചരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആകാശ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ കുടമറച്ചാണ് 8ാമത്തെ പ്രതിയായ ദിലീപ് കാറിലേക്ക് കയറിയത്. അവിടെ നിന്നും ഡ്രോൺ വിഷ്വൽസ് ദിലീപിന്റെ വാഹനത്തെ പിന്തുടരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. വിധി കേൾക്കാനായി ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ദിലീപ് കോടതിയിലേക്ക് എത്തും. അവിടെ അതിജീവിതയില്ല. അതിജീവിത വീട്ടിനുള്ളിൽ ഇരുന്നാണ് ഈ കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഒപ്പം മറ്റൊരു വാഹനം കൂടി ദിലീപിന്റെ വാഹനത്തെ പിന്തുടരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈ കേസിൽ ഒരു ഭാഗത്ത് അതിജീവിതയും മറുഭാഗത്ത് ചലച്ചിത്ര ലോകത്തെ എല്ലാ സ്വാധീനമുള്ള ഒരു നടനും നിന്നുകൊണ്ട് പോരാടിയ ഒരു കേസിന്റെ 8.5 വർഷത്തിനു ശേഷമുള്ള 3215 ദിവസത്തിന് ശേഷമുള്ള നിർണായകമായ വിധി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. കുടചൂടിയെത്തി ഒടുവിൽ വാഹനത്തിലേക്ക് കയറി ദിലീപ് പോകുന്നതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പോഴും ക്യാമറയിൽ പതിയില്ലെന്ന് കരുതിയെങ്കിലും ക്യാമറയിൽ ആ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. റിപ്പോർട്ടറിന്റെ ഡ്രോൺ വിഷ്വൽസിലും ഒപ്പം തന്നെ അവിടെ കാത്തുനിന്ന ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ദൃശ്യത്തിലും വീഡിയോ ജേർണലിസ്റ്റിന്റെ ദൃശ്യത്തിലും റിപ്പോർട്ടറിന്റെ മുഖം വളരെ വ്യക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും നീതിയുടെ പ്രകാശം നമ്മുടെ മുഖത്തു വീഴും എന്നതിൻ്റെ ഒരു സൂചനയായി കണ്ടാൽ വരുന്ന മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു ഇനി അവശേഷിക്കുന്നത് 1 മണിക്കൂർ 40 മിനിറ്റ് 100 മിനിറ്റ് മാത്രമാണ് ഈ നിർണായകമായ വിധി വരാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നത്. 100 മിനിറ്റിനുള്ളിൽ ഈ വിധി വരും എന്നുള്ളതാണ്. 8.5 വർഷമായി 8.25 വർഷമായി 3215 ദിവസമായി കേരളം കാത്തിരുന്ന, രാജ്യം കാത്തിരുന്ന സുപ്രധാനമായ വിധിയാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഏറ്റവും ഹീനമായ കൊട്ടേഷൻ റേപ്പ് എന്ന കുറ്റകൃത്യത്തിലെ 8ാമത്തെ പ്രതിയാണ് ഇപ്പോൾ കൊച്ചിയിലെ ഈ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരികെ വരുമ്പോൾ ദിലീപ് ആ കാറിനുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ശ്യാമും നമ്മൾക്കൊപ്പമുണ്ട്, ലീഗൽ കറസ്പോണ്ടന്റ്. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തത്, ബലപ്രയോഗം നടത്തിയത്, അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയത്, തെളിവുകൾ നശിപ്പിച്ചതടക്കം പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഈ പ്രതികൾക്കെതിരെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തിരികെ ദിലീപ് ഇതേപോലെ മടങ്ങുമോ, അതല്ല ദിലീപ് നേരെ പോകുന്നത് അഴികൾക്കുള്ളിലേക്കായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. ഡിസംബർ മാസം 8-ാം തീയതി. അത് ഈ കേസിന്റെ മാത്രമല്ല, നീതിന്യായ ചരിത്രത്തിലും ഇത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാലം അതിന്റെ ചുവരെഴുത്തായി മാറാൻ പോകുന്ന വിധിക്കാണ് കാത്തിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ്. ഈ കേസിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും റിപ്പോർട്ടർ TV അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്ത് ഓരോ തെളിവുകളായി പുറത്തു കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം അതിവേഗം കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കളമശ്ശേരിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കിപ്പം കോടതി പരിസരത്ത് നിന്ന് റോഷിപാലും ഒപ്പം ശ്യാമും സായികുമാറും AB സജീന്ദ്രനും തത്സമയം ചേരുന്നുണ്ട്. പൾസർ സുനിയുടെ വീട്ടിൽ ശരണുണ്ടായിരുന്നു. രാവിലെ പൾസർ സുനി വീട്ടിലില്ല. പൾസർ സുനി വരുന്നത് മറ്റൊരിടത്തു നിന്നാണ്. 10 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും.